അസ്സലാമലൈക്കും, നമസ്കാരം. നഫുൽ കൊണ്ടോട്ടിയാണ്. അപ്പോളേ കണ്ടില്ലേ, ഞാൻ നോക്കണ കൊണ്ടോട്ടി ബൈപ്പാസിലാട്ടോ. ഏതായാലും മഴക്കാലം കഴിഞ്ഞു, വെള്ളപ്പൊക്കം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ മുനിസിപ്പാലിറ്റി അടഞ്ഞ കടന്ന ഓവാലങ്ങളൊക്കെ ഒന്ന് തുറക്കാൻ തീരുമാനിച്ചു. ഒരുപാട് സന്തോഷം. കാരണം ഇനി മഴ ചെയ്താലെങ്കിലും കൊണ്ടോട്ടി 17 നമ്മളെ അമ്പലത്തിന്റെ മുന്നിൽ എന്താ പറയാ വെള്ളക്കെട്ട് ഒഴിവായി കിട്ടുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇതൊക്കെ ആ മഴന്റെ മുന്നേ ചെയ്തിക്കാണ്. എത്ര നന്ദി. എന്നാ കൊണ്ടോട്ടി ടൗൺ എത്ര വെള്ളത്തിലാവൂലേനല്ലോ. ഇതേണ്ടില്ല, സ്ലാബ് മാറ്റിയപ്പോൾ ഈ കോലത്തിൽ നിറഞ്ഞു കിടക്കുക. പിന്നെ എങ്ങനെ ഇവിടെ വെള്ളക്കെട്ട് ഒഴിവാകുക? ഇതാണ് അവസ്ഥ. ഇതൊക്കെ മഴന്റെ മുന്നേ നന്നാക്കിക്കാണ് എത്ര നന്നതായിരുന്നു. ഈ രീതിയിൽ മണ്ണ് നിറഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. ഈ കോലത്തില് മണ്ണ് ഉറച്ചു നിൽക്കുക അവിടെ. പിന്നെ എങ്ങനെ ഈ ഓവാലത്തിനുള്ളിൽ കൂടെ ഒരു തുള്ളി വെള്ളം പോവുക? അവിടെ ഒന്ന് ചെറുതായിട്ട് മഴ പെയ്താൽ കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. ഈ ഡ്രൈനേജിന്റെ സ്ലാബും ഈ മണ്ണും തമ്മിൽ ഒരു 5 ഇഞ്ചിന്റെ ഗ്യാപ്പ് പോലും ഇല്ല. പിന്നെ എങ്ങനെ ഇവിടെ മഴക്കാലത്ത് വെള്ളം പോവുക? കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഈ ഒരു ഗ്യാപ്പ് കൂടെയാണ് ആകെ വെള്ളം ഒഴിച്ച് പോകാനുള്ളത്. ഇവിടെ പുതിയ സ്ലാബ് എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവിടെ എത്രത്തോളം ചളി ഉണ്ടെങ്കിൽ. കണ്ടോ, സ്ലാബ് എടുത്തോടത്തുള്ള ചളിയാണ് ഈ കാണുന്നത്. ഇതാരും കൊണ്ടൊന്നും നിറച്ചോന്നല്ല, ഓട്ടോമാറ്റിക് നിറഞ്ഞതാണ്. ഇതേ സ്ലാബ് എടുത്ത ഭാഗമാണ്. ആകെ ഈ ഒരു ഗ്യാപ്പിലാണ് വെള്ളം ഒലിച്ചു പോയിരുന്നത്. പിന്നെ എങ്ങനെ ഇവിടെ വെള്ളക്കെട്ടില്ലാതൊക്കെ? കണ്ടോ, സ്ലാബ് എടുത്ത ഭാഗത്തുള്ള അവസ്ഥയാണ്. ഏതായാലും ഇപ്പോഴെങ്കിലും ഇത് ചെയ്യാൻ മനസ്സിലാക്കിയ മുനിസിപ്പാലിറ്റിക്ക് അഭിനന്ദനങ്ങൾ. അതായത് അടുത്ത കാലത്തൊന്നും മുനിസിപ്പാലിറ്റി ഇത് തുറന്നിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ലല്ല, ഞാനൊരു 10-15 കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്ന ആളാണ്. ഇവിടെ സ്ലാബ് ഉണ്ടാക്കിയ മണ്ണ് നീക്കി ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. അതായത് 15 കൊല്ലമായിട്ട് മുനിസിപ്പാലിറ്റി ഇതിന് ഒരുങ്ങിയിട്ടൊന്നുമില്ല. ഞങ്ങൾ എല്ലാ കൊല്ലം മഴക്കാലാവുമ്പോഴും വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. അത് ഞാൻ നോക്കും. ഒരു 2 ദിവസം മഴ പോയാലും പിന്നെ കുറയും. ഇപ്രാവശ്യം നല്ലോണം വെള്ളം കൂടി. അതായത് 15 വർഷമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന ഒരാളാണ് ഇതിലെ. അപ്പൊ മൂപ്പര് ഡെയിലി ഇത് കാണാനാണ്. നമ്മളെ പോലെ ഒന്നുമല്ല, ഡെയിലി ഇതിന്റെ അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ്. മഴക്കാലായ കട കൂട്ടിയിട്ടല്ല. മഴക്കാലായി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം 3 ദിവസം തുറക്കാൻ പറ്റും. പിന്നെ വണ്ടികൾ വന്നിട്ട് വെള്ളം ഷട്ടിനാണ്ട് വണ്ടി പോകുന്ന സമയത്ത് വെള്ളം തള്ളിയാണ്ട് ഷട്ടിന് അടിക്കുന്നതാണ്. അതായത് കണ്ടില്ല നിങ്ങൾ, ഇതാണ് അവസ്ഥ. 10-20 കൊല്ലമായിട്ട് നമ്മളെ മുനിസിപ്പാലിറ്റിന്റെ മെച്ചാണത്. ഇത് തുറക്കാനുള്ളൊരു മനസ്സിൽ കാട്ടില്ല. ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളാണ് ഇത്. 10-20 കൊല്ലമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ് മൂപ്പര് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇത് നമ്മളാരും നുണ പറയാ, അല്ലെ നമ്മള് ഇതൊന്നുമല്ല, അതൊരു രാഷ്ട്രീയ കുറ്റപ്പറച്ചിലൊന്നുമല്ല. മുനിസിപ്പാലിറ്റിന്റെ അവസ്ഥ പറഞ്ഞതാണ്. നമ്മളെ മറ്റൊരു ചങ്ക് ഇപ്പൊ എനിക്ക് സുഖമല്ല ഇവിടെ നന്നാക്കിയോണ്ട് അല്ലേ? ഏതായാലും ഒരാഴ്ച ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ച. എല്ലാ കൊല്ലും തന്നെ എല്ലാ കൊല്ലും ഇങ്ങനെയാണ് അവസ്ഥ. ഏതായാലും നന്നാക്കണം നല്ലത് തന്നെയാണ്. നന്നാക്കട്ടെ. ഏതായാലും 10-20 കൊല്ലമായിട്ട് നന്നാക്കാത്തതാണ്. നന്നാക്കട്ടെ ഇപ്പൊ. അപ്പൊ എന്നായിക്കോട്ടെ. ഏതായാലും ഇങ്ങനെ ഒരു നല്ല കാര്യം ഇപ്പോഴെങ്കിലും ചെയ്യാൻ മനസ്സ് കാണിച്ച മുനിസിപ്പാലിറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇനി ഒരുപാട് ഓവാലങ്ങൾ കൊണ്ടോട്ടി ടൗണിന്റെ ഭാഗത്ത് ഒരുപാട് ഇതുപോലെ അടഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് തുറന്നാളി, അടുത്ത മഴന്റെ മുന്നെങ്കിലും തുറന്നാളി. ഇതൊന്നും തുറന്നിട്ട് കാര്യമില്ല. തോട്ടിലേക്കൊരു വഴിയുണ്ട്, അതും കൂടെ നമുക്കൊന്ന് തുറക്കണം. ഏതായാലും എന്നാലല്ലേ വെള്ളമൊക്കെ തോട്ടിക്കൊലിച്ചു പോവുള്ളൂ.